കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ തൃശൂർ വിജിലൻസ് കോടതി ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിട്ടു. ഏപ്രിൽ 4-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരായ ജോയി തോമസിനും റെജി നായർക്കും R. ജയകുമാറിനുമെതിരെ അന്വേഷണം വേണമെന്നും ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, കഴിഞ്ഞ ദിവസം ശിവകുമാറിനെതിരെയുള്ള അഴിമതി കേസിൽ തിരിച്ചടി നേരിടുമ്പോഴാണ് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും കൺസ്യൂമർ ഫെഡിന് മദ്യം എത്തിച്ചു നൽകിയ വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയെന്ന ഗുരുതരമായ ആരോപണത്തിലാണ് ഇപ്പോൾ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ ത്വരിതാന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായത്. കൺസ്യൂമർ ഫെഡിലെ നിരവധി അഴിമതി വാർത്തകൾ കാലത്തായി പുറത്തു വന്നിരുന്നു. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകനായ ജോർജ് വട്ടകുളം നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നത്. പ്രധാനമായും പരാതിയിലെ ആരോപണങ്ങൾ ഇത്തരത്തിലായിരുന്നു. 125 കമ്പനികളിൽ നിന്ന് മദ്യം വാങ്ങുന്നുണ്ട് കൺസ്യൂമർ ഫെഡ്. എന്നാൽ ഈ കമ്പനികളിൽ നിന്നെല്ലാം തന്നെ വാങ്ങുന്ന ഇൻസെന്റീവ് കമ്മീഷനുകളുടെ വിവരങ്ങൾ കൺസ്യൂമർ ഫെഡ് രേഖകളിൽ രേഖപ്പെടുത്തുന്നില്ല. ഇത്തരം കമ്മീഷനുകൾ ഭൂരിഭാഗം കമ്മീഷനുകളും മന്ത്രിയും കൂട്ടു ഉദ്യോഗസ്ഥരും ചേർന്ന് അവർ കൈവശപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഗുരുതരമായ ഒരു ആരോപണം. അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ വിവിധ ജില്ലകളിലെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൽ ഗുരുതരമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ 100-ലധികം മൊബൈൽ ത്രിവേണി വാഹനങ്ങൾ വാങ്ങിയതിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നും പരാതിക്കാരനായ ജോർജ് വട്ടകുളം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ തൃശൂർ വിജിലൻസ് കോടതി ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിട്ടു. വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്നും ദിൽജിത്ത് നൽകിയത്. പട്യാല ഹൗസ് കോടതിയിൽ BJP അഭിഭാഷകർ നടത്തിയ ആക്രമണത്തിൽ സുപ്രീം കോടതിയും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും ആശങ്ക രേഖപ്പെടുത്തി. അഭിഭാഷകർ മാന്യത പുലർത്തണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഇന്നലെ പട്യാല കോടതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച 5-അംഗ അഭിഭാഷക സംഘം 2 മണിക്ക് റിപ്പോർട്ട് നൽകും. ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. അതേസമയം ആക്രമണത്തിന് നേതൃത്വം നൽകിയ BJP MLA OP ശർമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. JNUവിലെ കനയ്യകുമാറിന്റെ അറസ്റ്റിൽ മോഡിയെ രൂക്ഷമായി വിമർശിച്ച് വീണ്ടും ദ ടെലിഗ്രാഫ് പത്രം രംഗത്ത്. ദ നാഷൻ എന്ന തലക്കെട്ടിലെ ഷൻ എന്ന വാക്ക് പ്രത്യേകം എടുത്തുകാട്ടി പത്രം മോഡിയുടെ നിസ്സംഗതയെ വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം ദ പാട്രിയറ്റ് എന്ന വാക്കിലെ റയറ്റ് വാക്കു കറുപ്പിച്ച് പാറ്റ് റയറ്റ് എന്ന തലക്കെട്ടിലാണ് പത്രം പുറത്തിറങ്ങിയത്. കലാപമുണ്ടാക്കുന്ന BJPക്കാരെ ലക്ഷ്യമാക്കിയായിരുന്നു പത്രത്തിന്റെ വിമർശനം. നാഷനിലെ ഷൻ അകന്നു നിൽക്കുക എന്ന അർത്ഥത്തിൽ മോഡിയെയാണ് ലക്ഷ്യമെക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കും നേരെയും ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ പത്രത്തിന്റെ തലക്കെട്ടിലെ കരുത്ത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ ഇന്നും സ്തംഭിച്ചു. 2 ദിവസത്തെ സഭാ നടപടികൾ റദ്ദാക്കി. ആലപ്പുഴയിലെ CPIM പ്രവർത്തകൻ ഷിബുവിന്റെ കൊലപാതകമാണ് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത്. സർക്കാർ RSS അജണ്ട നടപ്പാക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. ഷിബുവിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. ആലപ്പുഴയിലെ CPIM പ്രവർത്തകൻ ഷിബുവിന്റെ കൊലപാതകമാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പ്രധാന ആയുധമാക്കിയത്. ഇതുവരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ടില്ല. എന്നാൽ P. ജയരാജനെ ഇല്ലായ്മ ചെയ്യാനുള്ള RSS അജണ്ട സർക്കാർ നടപ്പാക്കിയതായും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ AM ആരിഫ് പറഞ്ഞു. ഇതിൽ ഇന്ന് ഈ സമയം വരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ടില്ല സാർ. UAPA നിയമം ഇപ്പോൾ അത് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുകയാണ് സാർ. കണ്ണൂരിലെ ബൈടെക്കിന്റെ തീരുമാനപ്രകാരമാണ് സാർ ജയരാജനെ എങ്ങനെയെങ്കിലും കളത്തുറുങ്കിലടച്ച് ഇല്ലാതാക്കണം. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഷിബുവിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും ചെന്നിത്തല മറുപടി നൽകി. സാർ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിൽ നടന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. തങ്ങൾ ഉന്നയിച്ച ഗൗരവകരമായ വിഷയം സർക്കാർ നിസ്സാരവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചെത്തിയ പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ഇതേ തുടർന്ന് സ്പീക്കർ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുകയും ബജറ്റിന്മേലുള്ള ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിനിടെ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷം സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ നാളത്തെയും തിങ്കളാഴ്ചത്തെയും സഭാ നടപടികൾ റദ്ദാക്കണമെന്ന പ്രമേയവും അവതരിപ്പിച്ചു.
ഈ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതലുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സഭ 24 വരെ പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. നിയമസഭയിൽ നിന്നും എസ്. ഷീജ. വിദേശികൾക്ക് ആവശ്യാനുസരണം മദ്യം ലഭിക്കാത്തതുമൂലം ടൂറിസം രംഗത്ത് പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ക്യൂ നിൽക്കാതെ വിദേശികൾക്ക് മദ്യം ലഭിക്കുന്നതിന് ഔട്ട്ലെറ്റ് ആരംഭിക്കണമെന്നും ഡൊമിനിക് പ്രസന്റേഷൻ MLA ആവശ്യപ്പെട്ടു. നിയമസഭാ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാറുകൾ പൂട്ടിയ ശേഷം 12,850 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി കെ. ബാബു സഭയെ രേഖാമൂലം അറിയിച്ചു. മദ്യനയത്തിന് അകത്തു നിന്നുകൊണ്ട് തന്നെ വിദേശികൾക്ക് മുന്തിയിനം മദ്യം നൽകാനുള്ള ഔട്ട്ലെറ്റുകൾ തുറക്കാൻ അനുവദിക്കുമോ എന്ന ഡൊമിനിക് പ്രസന്റേഷന്റെ ചോദ്യം മദ്യനയത്തിൽ നിന്നുള്ള വ്യതിചലനമാണോ എന്ന പരിഹാസം പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നുണ്ടാക്കി. ശിവൻകുട്ടി ബാറുടമകളുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന ഡൊമിനിക് പ്രസന്റേഷന്റെ തിരിച്ചടി സഭയിൽ പ്രതിപക്ഷ ബഹളത്തിന് കാരണമായി. വിദേശികളൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ക്യൂ നിൽക്കാൻ പറ്റുമോ സാർ? രണ്ട് സാർ, നിങ്ങൾ സന്തോഷവാന്മാരാണല്ലോ, ഇപ്പൊ പിടികിട്ടില്ല കാര്യം. അതെ ശിവൻകുട്ടി കരാറുണ്ടാക്കി വെച്ചിരിക്കല്ലേ, അതെ അഡ്വാൻസ് മേടിച്ചിരിക്കുകയാണല്ലോ. എന്റെ മേത്ത് വെക്കണ്ട. ശിവൻകുട്ടിയുടെ പേര് വന്ന ഭാഗം രേഖയിൽ നീക്കം ചെയ്യുന്നു. ശബരിമലയിൽ ടൂറിസം ബംഗ്ലാവ് പണിയുന്നതിന് 7.2 കോടി രൂപ അനുവദിച്ചതായി ടൂറിസം മന്ത്രി AP അനിൽകുമാർ സഭയെ രേഖാമൂലം അറിയിച്ചു. RCCയിൽ നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതിയേതര ഇനത്തിൽ വകയിരുത്തിയ ഫണ്ട് മുഴുവനായി വിനിയോഗിച്ചില്ലെന്നും 45 കോടി അനുവദിച്ചതിൽ 30 കോടി രൂപ മാത്രമേ ചിലവഴിക്കാനായുള്ളൂ എന്നും VS ശിവകുമാർ സഭയെ അറിയിച്ചു. ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷം ചാരായവാറ്റ്, അനധികൃത മദ്യക്കച്ചവടം, മദ്യം കൈവശം വെക്കൽ എന്നിവ സംബന്ധിച്ച് 12,850 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും ഇതിൽ 6,006 പേര് ശിക്ഷിക്കപ്പെട്ടതായും കെ. ബാബു സഭയെ അറിയിച്ചു. പ്ലാച്ചിമട ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് പരിഹാരമുണ്ടാക്കുമെന്ന് PJ ജോസഫ് സഭയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCCക്കെതിരെ വക്കം പുരുഷോത്തമൻ. തെരഞ്ഞെടുപ്പ് തോൽവിയെ പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കാൻ KPCC ഭയപ്പെടുന്നു. പാർട്ടിക്ക് പുറത്തെ ശത്രുവിനേക്കാൾ പാർട്ടിക്കുള്ളിലെ ശത്രുവിനെ ഭയക്കണമെന്നും വക്കം പറയുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടി പഠിക്കാൻ KPCC നിയോഗിച്ചത് വക്കം പുരുഷോത്തമനെ ആയിരുന്നു. അന്ന് സമർപ്പിച്ച റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ അതൃപ്തി വക്കം പുരുഷോത്തമൻ തുറന്നു പറഞ്ഞു. സത്യസന്ധമായി തയ്യാറാക്കിയ റിപ്പോർട്ട് നടപ്പാക്കാൻ KPCC ഭയപ്പെടുന്നു. പാർട്ടിക്കുള്ളിലെ ശത്രു പുറത്തെ ശത്രുവിനേക്കാൾ അപകടകാരിയാണെന്നും വക്കം പറഞ്ഞു. അതൊക്കെ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ പിന്നെ അതേ രീതിയിലുള്ള കുറ്റം ചെയ്യാൻ പാർട്ടി നേതാക്കന്മാർ ഭയന്നനെ. എന്തെങ്കിലും നടപടികൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പലപ്പോഴും സത്യസന്ധമായ റിപ്പോർട്ട് നൽകാറില്ല. റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിയിലെ ഏതെങ്കിലും നേതാവായിരിക്കും. അദ്ദേഹത്തിനും ആരെയും പിണക്കാനായിട്ട് താല്പര്യം കാണില്ല. അതുകൊണ്ടൊരു ഉഴപ്പൻ റിപ്പോർട്ടുകളായിരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ഭയമോ ഭീതിയോ ഒന്നുമില്ലാതെ വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കില്ലായിരുന്നു. പാർട്ടി തെരഞ്ഞെടുപ്പിലും മറ്റും പുറത്തുള്ള ശത്രുവിനേക്കാൾ അകത്തുള്ള ശത്രു കൂടുതൽ ഡാമേജ് ചെയ്യും. പാർട്ടിക്കുള്ളിൽ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്തി ശിക്ഷാ നടപടികളും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നുവെന്നും വക്കം പുരുഷോത്തമൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. JNU വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രാജ്യവ്യാപകമായ പ്രകടനങ്ങൾ. രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. പട്യാല കോടതി ആക്രമണവും JNU വിഷയവും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രാഷ്ട്രപതിയെ കണ്ടു. പ്രശ്നത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അല്പസമയത്തിനകം JNUവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രകടനം നടത്തും. പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനുഷ് ശങ്കർ ചേരുന്നു. മനു, എപ്പോഴാണ് പ്രകടനം നടക്കുക? പോലീസ് അനുമതി നിഷേധിച്ചതിന്റെ സാഹചര്യത്തിൽ കൂടി എന്തെങ്കിലും ആക്രമണ സാധ്യതയുണ്ടോ? വിവരങ്ങൾ. വൈകുന്നത് 2 മണിക്ക് ഇത് സംബന്ധിച്ച് അഭിഭാഷക കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സംബന്ധിച്ച് സുപ്രീം കോടതി നിലപാട് അറിയിക്കും. ഇതേ സമാനമായ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് അറിയിച്ചുകൊണ്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ ദില്ലിയിലെ മണ്ഡി ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് JNUവിലെ വിവിധ വിദ്യാർത്ഥികളും കൂടി ഒരുമിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ദില്ലി പോലീസ് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ജന്തർ മന്ദിറിലും മറ്റും ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി
നടത്തുന്നതിന് ദില്ലി പോലീസ് സാധാരണഗതിയിൽ അനുമതി നൽകാറുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ അവിടെ പോലും ഒരു പ്രതിഷേധം നടത്തണ്ട എന്നാണ് ദില്ലി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രകടനവുമായി മുന്നോട്ട് പോകുമെന്ന് വിദ്യാർത്ഥികളും അറിയിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതേ സമാനമായ സമയത്ത് തന്നെ ബജ്രംഗി ദൾ പ്രവർത്തകർ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധത്തിനെതിരായുള്ള ഒരു പ്രതിഷേധവും നടത്തുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ഒരു നിശ്ചിത അകലം പാലിച്ച് മാത്രമേ നിൽക്കാനാകൂ എന്നാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അനന്തു, ഒപ്പം തന്നെ വിഷയത്തിൽ ഇന്ന് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പട്യാല കോടതിയിൽ അവർക്കെതിരെ വരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ നോക്കിയാൽ എപ്രകാരമായുള്ള ഒരു റിപ്പോർട്ടായിരിക്കും അവിടെ സമർപ്പിക്കുക? അനന്തു, എന്തായാലും ദില്ലി പാട്യാല ഹൗസ് കോടതിയിൽ സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയമിച്ച അഭിഭാഷക കമ്മീഷൻ എത്തിയപ്പോൾ അവർക്ക് നേരെ ചുടുകട്ടകളും മറ്റും എറിഞ്ഞുകൊണ്ടായിരുന്നു BJP അനുകൂല അഭിഭാഷകർ ആക്രമണം നടത്തിയത്. മാത്രമല്ല കപിൽ സിബൽ, രാജീവ് ധവാൻ അടക്കമുള്ള അഭിഭാഷകർക്ക് നേരെ കയ്യേറ്റ ശ്രമങ്ങളും ഉണ്ടാവുകയും ചെയ്തു. രാജീവ് ധവാൻ ഇന്നലെ തന്നെ സുപ്രീം കോടതിയിൽ 4 മണിയോട് കൂടി അറിയിച്ചത് തനിക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് രാജീവ് ധവാൻ അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല അഭിഭാഷക കമ്മീഷനെ പാകിസ്ഥാൻ ചാരൻ എന്നും മറ്റുമാണ് അവിടെ ഉണ്ടായിരുന്ന BJP അനുകൂല അഭിഭാഷകർ ആരോപിക്കുകയും ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയിൽ ധരിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ സംഘർഷ സാധ്യത വ്യക്തമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാകും സുപ്രീം കോടതിയിൽ നൽകുക എന്നാണ് അറിയുന്നത്. സുപ്രീം കോടതിയൊപ്പം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും ദില്ലി പോലീസിന്റെ അനാസ്ഥയിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. രാജ്യ തലസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്നാണ് കെജ്രിവാൾ രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയത്. ഒപ്പം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രപതി തന്നെ നേരിട്ട് ഇടപെടണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി അറിയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയൊരു പോലീസ് സന്നാഹത്തെ വിദ്യാർത്ഥികൾ സമരം നടത്തുന്ന സ്ഥലത്തേക്ക് ആരംഭിക്കുന്ന സ്ഥലത്ത് തന്നെ തടയുന്നതിനായി പോലീസ് സന്നാഹം സജ്ജമായിട്ടുണ്ട്. ജന്തർ മന്ദിറിലേക്കൊന്നും വിദ്യാർത്ഥികളെ അയക്കില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെ പോലും ഒരു നിശ്ചിത അകലം പാലിച്ച് മാത്രം പോലീസ് അനുവദിച്ചിട്ടുമുള്ളൂ. അനന്തു, കോടതി ആക്രമണവും JNU വിഷയത്തിലും പ്രതിഷേധിച്ച് അല്പസമയത്തിനകം JNUവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രകടനം നടത്തും. പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വലിയ സംഘർഷാവസ്ഥയാണ് തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. വിശദാംശങ്ങളാണ് മനുശങ്കർ നൽകിയത്. സോളാർ കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയ പരാതിയിൽ PP തങ്കച്ചനും സർക്കാരിനും വിശദീകരണം ആവശ്യപ്പെട്ട് കമ്മീഷൻ നോട്ടീസ് അയച്ചു. തങ്കച്ചൻ പറഞ്ഞ രീതിയിലാണ് സർക്കാർ ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജ് അറിയിച്ചു. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സരിതയുടെ ക്രോസ് വിസ്താരം ഈ മാസം 22 മാറ്റി. ഖേദം പ്രകടിപ്പിച്ചുള്ള ഷിബു ബേബി ജോണിന്റെ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. UDF കൺവീനർ PP തങ്കച്ചൻ കമ്മീഷനെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയെ തുടർന്നാണ് തങ്കച്ചനും സർക്കാരിനും നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവായത്. കമ്മീഷൻ മുൻവിധിയോടെ പ്രവർത്തിക്കുന്നുവെന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ജസ്റ്റിസ് ശിവരാജൻ പരിശോധിച്ചത്. UDF കൺവീനർ പറഞ്ഞ രീതിയിലാണ് സർക്കാരും ചിന്തിക്കുന്നതെങ്കിൽ കമ്മീഷൻ തുടരുന്നതിൽ കാര്യമില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സർക്കാരിനോടും തങ്കച്ചനോടും വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടത്. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഹാജരായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇന്ന് മൊഴി നൽകാനാവില്ലെന്ന് സരിതയുടെ അഭിഭാഷകൻ അറിയിച്ചു. കള്ളത്തരം പറയരുതെന്ന് കമ്മീഷൻ പറഞ്ഞു. ശബ്ദവിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതായി സരിത കമ്മീഷനെ അറിയിച്ചു. മറ്റു കക്ഷികളുടെയും അഭിപ്രായം കേട്ട ശേഷം സരിതയുടെ വിസ്താരം ഈ മാസം 22 മാറ്റി. കമ്മീഷനെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഷിബു ബേബി ജോൺ സമർപ്പിച്ച വിശദീകരണ സത്യവാങ്മൂലം കമ്മീഷൻ അംഗീകരിച്ചു. കമ്മീഷനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിയിട്ടില്ലെന്നും ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുന്നതെന്നടക്കമുള്ള മന്ത്രിയുടെ വാദം അംഗീകരിച്ച് കമ്മീഷൻ പരാതി തീർപ്പാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മരം വീണ് വിദ്യാർത്ഥിനി മരിച്ചു. 1ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിനി തൃശൂർ ചിറ്റിലപ്പള്ളി ശങ്കരൻ തടത്തിൽ അനൂഷയാണ് മരിച്ചത്. 5 പെൺകുട്ടികളടക്കം 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാലിക്കറ്റ് സർവകലാശാല കലോത്സവം നടക്കുന്നതിനിടെയാണ് അപകടം.
സംസ്ഥാനത്ത് LDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് സർവേ. 77 മുതൽ 82 വരെ സീറ്റുകൾ നേടി LDF ഭരണത്തിൽ വരുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ പ്രവചനം. 41% വോട്ടുകൾ LDF നേടും. 37% വോട്ട് മാത്രമേ UDFന് ലഭിക്കൂ. UDF 55 മുതൽ 60 വരെ സീറ്റുകളിൽ ഒതുങ്ങും. 57% പേർ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. സരിതയുടെ ആരോപണങ്ങൾ തിരിച്ചടിയാകുമെന്ന് 76% പേരും കരുതുന്നു. സോളാർ റിപ്പോർട്ട് UDFന് പ്രതികൂലമാകുമെന്ന് 73% പേരും, അഴിമതി പ്രധാന പ്രശ്നമെന്ന് 51% പേരും, UDFിലെ തർക്കം തിരിച്ചടിയാകുമെന്ന് 68% പേരും അഭിപ്രായപ്പെടുന്നു. ദളിത് വിഭാഗത്തിൽ 63%, ഈഴവ 51%, നായർ 41%, മുസ്ലിം 43%, ക്രിസ്ത്യൻ 30% വോട്ടും LDFന് ലഭിക്കും. ചില സീറ്റുകളിൽ BJP ജയിച്ചേക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. വാർത്തയിലേക്ക്. പട്യാല ഹൗസ് കോടതിയിൽ BJP അഭിഭാഷകർ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സുപ്രീംകോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. അനന്തു, ഇന്നലെ പട്യാല കോർട്ട് ആക്രമണത്തെ തുടർന്ന് 5 അംഗ മുതിർന്ന അഭിഭാഷക സംഘത്തെ അടിയന്തരമായി സുപ്രീം കോടതി നിയോഗിച്ചിരുന്നു. ഇന്ന് 2 മണിയോടുകൂടി സുപ്രീം കോടതിയിലെ ആ സംഘം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെലമേശ്വറിന്റെ ബെഞ്ചിൽ ഇന്നലെ പട്യാല കോടതിയിലുണ്ടായ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകി. അവർ അറിയിച്ചിരിക്കുന്നത് വളരെ അക്രമാസക്തമായാണ് അഭിഭാഷകർ പെരുമാറിയെന്നാണ്. പലപ്പോഴും സുപ്രീം കോടതി നിയോഗിച്ച സംഘത്തിന് പോലും ജീവന് നേരെ അപകടമുണ്ടായി, ജീവന് നേരെ കയ്യേറ്റമുണ്ടായി. അവർ കൂക്കുവിളികളോടുകൂടി പാചാരന്മാരും ഒക്കെ മുദ്ര കുത്തിയിട്ടൊക്കെയായിരുന്നു അഭിഭാഷക സംഘം പെരുമാറിയത്. അവരുടെ പ്രവർത്തനത്തിനും അഭിഭാഷകരുടെ മാന്യതയ്ക്കും നിരക്കാത്ത രീതിയിൽ അഭിഭാഷകർ പെരുമാറിയെന്ന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി രജിസ്ട്രാറോടും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അവർ ഇന്ന് തന്നെ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ 10:30 ഈ കേസ് പരിഗണിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനന്തു, പട്യാല കോടതി ആക്രമണത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും ദില്ലിയിൽ തുടരും. നിലവിലെ ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. JNU വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള RSS വേട്ടയാടലും ഭരണ പിന്തുണയോടെ രാജ്യത്ത് BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും. അടുത്തുവരുന്ന കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തും. ചട്ടം ലംഘിച്ച് കോൺഗ്രസ് നേതാവിന്റെ മകന് പോലീസിൽ നിയമനത്തിന് നീക്കം. KPCC അംഗവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ KT ജെയിംസിന്റെ മകൻ റോബിന് നിയമനം നൽകാനാണ് നീക്കം. സ്പോർട്സ് കോട്ട വഴി നിയമനം നടത്താൻ റോബിന് പ്രായപരിധിയിൽ ഇളവ് നൽകി. 25 വയസ്സാണ് പ്രായപരിധിയെങ്കിലും റോബിന് 28 വയസ്സാണ് പ്രായം. മികച്ച കായിക താരങ്ങളെ തഴഞ്ഞാണ് റോബിന് നിയമനം നൽകാൻ നീക്കം നടക്കുന്നത്. റോബിന് വേണ്ടി സർക്കാർ ഇറക്കിയ പ്രത്യേക ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. KPCC അംഗവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായ KT ജെയിംസിന്റെ മകൻ റോബിൻ ജെയിംസിനാണ് ചട്ടങ്ങൾ ലംഘിച്ച് പോലീസ് സേനയിൽ നിയമനം നൽകാൻ നീക്കം നടക്കുന്നത്. സ്പോർട്സ് കോട്ട വഴി നിയമനം നൽകാനാണ് നീക്കം. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് സ്പോർട്സ് കോട്ട വഴിയുള്ള പ്രവേശനത്തിനായുള്ള പ്രായപരിധി. എന്നാൽ റോബിൻ 28 വയസ്സായി എന്ന് അദ്ദേഹത്തിന്റെ ബയോഡാറ്റയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പ്രായപരിധി കഴിഞ്ഞ റോബിനെ പോലീസിന്റെ ബാസ്കറ്റ്ബോൾ ടീമിൽ തിരികെ കയറ്റാൻ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. റോബിന് പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കായിക രംഗത്ത് പ്രത്യേക മികവൊന്നും പുലർത്താത്ത റോബിന് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രത്യേക ഉത്തരവിലൂടെ പോലീസിൽ ജോലി ലഭിക്കാനുള്ള വഴിയൊരുങ്ങിയിരിക്കുന്നത്. റോബിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന കഴിഞ്ഞ ദിവസം പൂർത്തിയായി. അതേസമയം കബഡി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളിൽ ചിലർക്ക് 25 വയസ്സ് പൂർത്തിയായെന്ന് കണ്ടെത്തി അവസരം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹരായവരെ തടഞ്ഞ് അനർഹരായവരെ രാഷ്ട്രീയ സ്വാധീനം വഴി ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ കായിക താരങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. CR നീലകണ്ഠന്റെ നേതൃത്വം അംഗീകരിക്കാതെ തമ്മിത്തല്ലി ആം ആദ്മി നേതാക്കൾ.
കോട്ടയം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിനിടെ ജില്ലാ കൺവീനർ ജേക്കബ് ജോസഫ് നീലകണ്ഠനെ അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ബഹളവും വാക്കേറ്റവും മൂലം വാർത്താ സമ്മേളനം അടിച്ചുപിരിഞ്ഞു. പാർട്ടിയുടെ ജില്ലാ പ്രതിനിധി സമ്മേളന പരിപാടികൾ വിശദീകരിക്കാനായി കോട്ടയം പ്രസ് ക്ലബ്ബിലെത്തിയ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനറാണെന്ന് വിശദീകരിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാൻ ജില്ലാ കൺവീനർ ജേക്കബ് ജോസഫിനെ ക്ഷണിച്ചപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. സാറ ജോസഫിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന ജേക്കബ് ജോസഫ് CR നീലകണ്ഠന്റെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞതോടെ വാക്കേറ്റവും ബഹളവുമായി. ഇരുവരോടൊപ്പം എത്തിയ അനുയായികളും ചേരിതിരിഞ്ഞ് തർക്കമാരംഭിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കെത്തി. ഇതോടെ പത്രപ്രവർത്തകർ ഇടപെട്ടു. ജില്ലാ കൺവീനർ ജേക്കബ് ജോസഫും ജില്ലാ സെക്രട്ടറി ബെഞ്ചമിനും പുറത്തുപോയതോടെയാണ് CR നീലകണ്ഠന് വീണ്ടും വാർത്താ സമ്മേളനം തുടരാനായത്. ആം ആദ്മി പാർട്ടിയിൽ സാറ ജോസഫിനെ നിഷ്പ്രഭമാക്കി CR നീലകണ്ഠൻ സംസ്ഥാന കൺവീനർ സ്ഥാനം തട്ടിയെടുത്തതിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ പരസ്യ പ്രതികരണമാണ് കോട്ടയത്ത് കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.